വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഗായക സംഘ ഞായറാണ്. ഗായക സംഘ ഞായറാഴ്ച നമുക്ക് എവിടെയാണ് ഈ ഗായക സംഘത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടത്? ഞാൻ ഇവരെ മാത്രം നോക്കിയല്ല ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഇവരിൽ വന്നു ചേരാനുള്ളവരാണ് എൻ്റെ ടാർഗറ്റ്. ഈ ഇരിക്കുന്ന വലിയ ആരാധന സമൂഹത്തിൽ നിന്ന് ഈ കസേരകളെ നിങ്ങൾ എങ്ങനെ നിറയ്ക്കും? അതിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് ആവേശമായി തീരേണ്ടത്? ഈ ഒരു കൂട്ടത്തിൽ പകുതി തിരിഞ്ഞിരിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മധുബഹായിൽ നിന്ന് നിങ്ങളെ നോക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നവരെല്ലാം അവിടെ നിന്ന് എന്നെ നോക്കുന്നു. ഗായക സംഘത്തെ നോക്കുക. അവർ പ്രധാന സ്ഥലത്തിനും പ്രകാരത്തിനും ഇടയിൽ അവര് മധ്യസ്ഥരായിരിക്കുകയാണ്. ഞാൻ മീഡിയേറ്റർ എന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾക്കും എനിക്കും മധ്യ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ വിശദീകരിക്കപ്പെട്ടവരും ഉയർത്തപ്പെട്ടവരും സമർപ്പിതരുമാണെന്നാണ്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗായക സംഘത്തിൽ ഒരാള് പതറിപ്പോയാൽ, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധം പ്രവർത്തിച്ചാൽ, അതെനിക്ക് ചർച്ച് കമ്മിറ്റിയിൽ ഒരാൾ അങ്ങനെ ആയിത്തീരുന്നതിലും പ്രയാസമുള്ള സംഗതിയാണ്. കാരണം ചർച്ച് കമ്മിറ്റി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഗായക സംഘത്തിലെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ സെലക്ഷനാണ്. അപ്പോൾ അതൊരു വലിയ ആത്മീയ വശമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും രീതിയിൽ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ കൽപ്പനകൾക്കോ വിരുദ്ധമായി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സഭാജീവിതത്തിലും നിങ്ങൾ ആയിത്തീർന്നാൽ അത് ദൈവത്തിന്റെ മുൻപാകെയും സഭയുടെ മുൻപാകെയും ഏറെ ഖേദകരമാണ്. അതുകൊണ്ട് വളരെ സമർപ്പണം ആവശ്യമുള്ള ഒരു ഇടമാണ് ഗായക സംഘത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഒരു ഗായക സംഘത്തിന്റെ ഒരു ചലനം ബൈബിളിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. അതെന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഗായക സംഘത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 21, അവിടെ യൂബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കായിന്റെ പരമ്പരയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 21, ഉൽപ്പത്തി 4:21. യൂബാലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വീണയും ഓടക്കുഴലും ഉപയോഗിച്ച് വായിക്കുന്ന ഏവരുടെയും പൂർവിക. ഈ വീണയും ഓടക്കുഴലും എന്നുള്ള പ്രയോഗം നമുക്ക് പരിചിതമായതിലേക്ക് ഭാഷാന്തരം ചെയ്തതാണ്. എന്നാൽ രണ്ട് കാര്യങ്ങളാണ് സംഗീത ഉപകരണങ്ങളിൽ ഉള്ളത്. ഒന്ന്, നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംഗീത ഉപകരണങ്ങൾ. രണ്ട്, നമ്മുടെ കൈകളോ നമ്മുടെ ചലനം, നമ്മുടെ അവയവങ്ങൾ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒന്ന് നമ്മുടെ ശ്വാസം ഉപയോഗിച്ച്, സ്വനപേടകം ഉപയോഗിച്ച്, ഇത് സ്വനപേടകം ഉപയോഗിച്ച് പാടുകയും ആ ശ്വാസം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങൾ, അത് ഓടക്കുഴലിന്റെ ഭാഗത്തിൽ വരും. മറ്റേത് വീണ എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആണ്. അതിനെ സംഗീത ഭാഷയിൽ നഖം ഉപയോഗിച്ച്, ചർമ്മജം എന്ന് പറയുന്നത് നമ്മുടെ ചെണ്ട പോലെയുള്ളത്, ചർമ്മം വലിച്ചു കെട്ടിയിട്ട് നമ്മളത് കൈകൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഗീതത്തെ ചർമ്മജം എന്നാണ് പറയുക. ഈ സ്ട്രിങ്സ് ഉള്ള എല്ലാം നഖം ഉപയോഗിച്ച് നമ്മൾ വായിക്കും. അങ്ങനെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതൊന്നും അല്ല എൻ്റെ പ്രസംഗ വിഷയം. അതുകൊണ്ടാണ് സത്യത്തിൽ ഇറ്റ് ഇൻക്ലൂഡഡ് ഓൾ. ഏതാണ്? യൂബാല് നമ്മുടെ ശ്വാസം ഉപയോഗിച്ചുള്ള സംഗീത ഉപകരണങ്ങളിലും ശരീരം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംഗീത ഉപകരണങ്ങളും അവരുടെ എല്ലാവരുടെയും പൂർവികൻ എന്നാണ് പറയുന്നത്. അപ്പം ദ ഫസ്റ്റ് കൊയർ മാസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ അങ്ങും ഒരു കൂട്ടം പാടുന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ സംഗീതത്തെ സൃഷ്ടിച്ചെടുത്ത് സംഗീതത്തെ മുഖ്യധാരയിൽ ഉപയോഗിക്കത്തക്കവണ്ണം വിവിധ ഉപകരണങ്ങൾ, പ്രാചീനമായ എയർ ഉപയോഗിച്ചും പിന്നെ സ്ട്രിങ് ഉപയോഗിച്ചും ഒക്കെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കണം. അത്ര നിന്നാൽ മതി. കാരണം ആ മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചതായിട്ടോ ദൈവത്തിന്റെ മഹത്വം വരുത്തുവാൻ തക്കവണ്ണം തന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചതായിട്ടോ പറയുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിൻതലമുറ ലാമക്കിലേക്ക് വരുമ്പോൾ ഡെഡ്ലി എഗൻസ്റ്റ് ദ സ്പിരിച്വാലിറ്റി, അദ്ദേഹത്തിന്റെ തലമുറ ഇങ്ങോട്ട് വരുമ്പോൾ ആത്മീയതയ്ക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ യൂബാലിനെ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ദൈവാരാധനയുടെ ആചാര്യനായിട്ട് ഉയർത്തുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് യൂബാൽ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹൂ ഇഫക്റ്റീവ്ലി യൂസ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. പ്രാചീന കാലത്ത് അത് ഉപയോഗിച്ച ഒന്നാമത്തെ മനുഷ്യൻ. രണ്ടാമത് നമ്മൾ കാണുന്ന വ്യക്തി ദൈവസ്തുതിക്കായിട്ട് സംഗീതത്തെ ഉപയോഗിച്ച ആളാണ്.
അവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ അവര് ഈ റെഡ് സീ കടഞ്ഞിട്ട് പുറകിൽ വന്ന ഫറവോന്റെ സൈന്യം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയിട്ട് ആ ശവശരീരങ്ങളും ആ തേരിൻ്റെയൊക്കെ ഭാഗങ്ങളും ആ കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവര് മരിച്ചതിന്റെ സന്തോഷമല്ല, ദൈവശക്തി ഞങ്ങളെ വിടുവിച്ചല്ലോ, ദൈവം ഇങ്ങനെ ഞങ്ങളെ രക്ഷിച്ചല്ലോ, അവർ ഈ നദി കടന്നെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങളെ ഒരു കാരണവുമില്ലാതെ പിന്തുടരുന്നവരെ ദൈവം കൈകാര്യം ചെയ്തല്ലോ എന്നുള്ളത് ഓർത്തപ്പോൾ മിറിയം തമ്പുരു കയ്യിലെടുത്ത് മിറിയം പാട്ടുപാടാൻ തുടങ്ങി. സ്ത്രീകളെല്ലാം ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ലീഡ് ചെയ്യാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ചർച്ച് മ്യൂസിക്കിന്റെ ആരംഭമാണ്. മിറിയം എന്ന് പറയുന്ന പ്രവാചകി കയ്യില് ഒരു തപ്പെടുത്തിട്ട് അവള് ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാത്തിരുന്ന സ്ത്രീകളെല്ലാം കൂടെ അവള് പാടിയത് ഏറ്റുപാടി. യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചർച്ച് മ്യൂസിക്കിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് മിറിയാം ഉയർത്തിയ പാട്ടും അതിനെ അനുധാവനം ചെയ്ത് മറ്റ് സ്ത്രീകൾ പാടിയ അനുപല്ലവിയുമാണ്. അത് ഞാൻ അവിടെ നിർത്തുക. ഞാൻ ആദ്യം യൂബാലിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് മിറിയത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ചർച്ച് മ്യൂസിക്കിന്റെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ പോയാൽ അവിടെ ഒരു വ്യക്തിയെ കണ്ട് എത്താം. വിസ്തൃതനായ സംഗീതജ്ഞൻ, വിസ്തൃതനായ സങ്കീർത്തനക്കാരൻ, വിസ്തൃതനായ രാജാവ്, ഒരു പള്ളി നിർമ്മിച്ച് അതിനുള്ളിൽ ഒരു ഗായക സംഘത്തെ പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ച രാജാവ്. പള്ളി നീയല്ല നിർമ്മിക്കേണ്ടതെന്ന് ദൈവം പറയുമ്പോൾ ആ പള്ളി നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണം മാറ്റി വെച്ചിട്ട് അതിനുള്ളിലുള്ളതെല്ലാം നിർമ്മിച്ച് സായുജ്യം കണ്ടെത്തിയ രാജാവ്. ആ രാജാവ് നിങ്ങൾ എല്ലാവരും അറിയും, ദാവീദ് രാജാവാണ്, കിങ് ഡേവിഡ്. വീട്ടിൽ പോയിട്ട് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്നവർക്കൊക്കെ ഞാൻ പറയുന്ന ഒരു വേദഭാഗമാണ്. 1 ദിനവൃത്താന്തം 25-ാം അധ്യായം. അത് തുടർച്ച വായിക്കുക. 6-ാമത്തെ വാക്യമൊക്കെ ദാവീദിന്റെ ഗായക സംഘ രൂപീകരണത്തിന്റെ വ്യക്തമായ അടയാളങ്ങൾ അടങ്ങുന്നു. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 25, എസ്പെഷ്യലി വേഴ്സ് 6. ഈ 25-ാം അധ്യായത്തിന്റെ വാക്യങ്ങളൊക്കെ അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഞാനൊന്ന് പറയാം. ഏതാണ്ട് 38,000 പേരാണ് ലേവിയ ഗോത്രത്തില് അന്ന് എണ്ണമെടുത്തവരായിട്ടുണ്ടായിരുന്നു. 38,000 പേർ. അവരെല്ലാം സംഗീതം ഉയർത്തേണ്ട ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. എന്നാൽ ദാവീദ് അതിൽ നിന്ന് 4,000 പേരെ പ്രത്യേകമായിട്ട് വേർതിരിച്ചു. അതിൽ നിന്ന് 288 പേരെ വെച്ച് ഒരു ബിഗ് കൊയർ ദാവീദ് രൂപീകരിച്ചു. ശ്രദ്ധിക്കണേ, 38,000 പേരുണ്ട് ആ കൂട്ടത്തിൽ. നമ്മുടെ സഭയിൽ എത്ര പേരുണ്ടെന്ന് നോക്കുക. ആ പേരില് 4,000 പേര്, അതായത് നമ്മളിപ്പോ ഒരു മെഗാ കൊയർ രൂപീകരിച്ചാൽ ഈ പള്ളിയിലെ ഗായക സംഘം മാത്രമല്ല, നിങ്ങളിൽ കൂടെ കുറെ പേര് ചേർന്ന് ആ ഇവന്റിനായിട്ട് മാത്രം ചേർന്ന് വരുന്ന ഒരു ക്രിസ്മസ് കരോൾ വരുമ്പോൾ ഇവിടെ 25 പേരോളം പാടാറുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ കൂട്ടം, സെലക്റ്റഡ് ആയിട്ടുള്ള 4,000 പേരെ കുറിക്കുന്നു. എന്നാൽ സ്ഥിരമായിട്ട് ഞായറാഴ്ച ആരാധനയിൽ പാടാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 288ആണ്. അപ്പോൾ പ്രൊപ്പോർഷൻ നിങ്ങൾ നോക്കണം. ഔട്ട് ഓഫ് 38,000 only 288 talented singers had been selected. 288 പാട്ടുകാർ മാത്രമാണ് സെലക്ട് ചെയ്തത്. ദാവീദിന് എങ്ങനെ ഇത് സാധിച്ചത്? അതാണ് ഒരു കൊയർ മാസ്റ്ററുടെ ക്വാളിറ്റി. കൊയർ മാസ്റ്ററെ കുറിച്ച് ആർക്കാ ഒരു കൊയർ മാസ്റ്റർ ആകാൻ സാധിക്കുന്നത്? ഈ 3 ക്വാളിറ്റീസ് ദാവീദിൽ നിന്ന് ഉള്ള ഒരാൾക്കാണ് കൊയർ മാസ്റ്റർ ആകാൻ സാധിക്കുക. ഒന്ന്, സംഗീതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറയുമ്പോൾ ഇന്നത്തെ സംഗീതം വെച്ചാണെങ്കിൽ സോപ്രാനോ, ആൾട്ടോ, ടെനോർ ആൻഡ് ബാസ്. സോപ്രാനോ, ആൾട്ടോ, ടെനോർ ആൻഡ് ബാസ്. ഇതിന് ഒരു പാട്ട് മാത്രമേ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് പാടാൻ സാധിക്കൂ. പക്ഷേ ഈ 4 പാർട്സ് ശാഖയെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഇതിന്റെ കോഡ് പ്രത്യേകമായിട്ട് വായിച്ച് അവരെ പരിശീലിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി, the one who is able to play 4 parts of singing, even though he is able to sing only 1 portion. അപ്പൊ ഇതിൽ 4 പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. 2, പാട്ടിന്റെ സൗന്ദര്യമല്ല, എല്ലാ ടോണിലും എല്ലാ മീറ്ററിലും പാടാൻ കഴിയുന്ന വ്യക്തി.
മൂന്നാമത് ഒരു ക്വാളിറ്റിയുടെ ഉണ്ട്, പാട്ടെഴുതി സംഗീതം കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. അപ്പൊ ഇത് മൂന്നും ഞാൻ പറയുമ്പോൾ ഓർക്കണം, 288 പേരുടെ കോർഡിനേഷൻ. ഈ 288 പേര് 4 പാർട്സിലാണ് വരുന്നത്. അപ്പം ഒരു 75 പേരോ 80 പേരോ അടങ്ങുന്ന ഓരോ പാർട്സ് ഗ്രൂപ്പിനെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി. ഞാനിപ്പോ പറഞ്ഞ 1 ദിനവൃത്താന്തം 25-ാം അധ്യായമാണ്. അതിന്റെ 23-ന്റെ 5-ാം വാക്യം, 2 ദിനവൃത്താന്തം 7-ന്റെ 6-ാം വാക്യം, 1 ദിനവൃത്താന്തം 15-ന്റെ 16, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് പറയുന്നതേ ഉള്ളൂ. അവിടെ ഒക്കെ നിങ്ങൾ വായിച്ചു പോയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാനിനി സമകാലീന സംഗീതത്തിലേക്ക് വരിക. ഞാൻ എവിടെയാ പറഞ്ഞത്? യൂബാലിനെ കുറിച്ച് പറഞ്ഞു, മെറിയത്തെ കുറിച്ച് പറഞ്ഞു, ദാവീദിൽ രൂപീകരിക്കപ്പെട്ട ഗായക സംഘത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം നമ്മുടെ സമകാലീന ഗായക സംഘത്തെ കുറിച്ച് നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ 4 പാർട്സ് ഉണ്ട്. ഇപ്പൊ ഈ 7 പേരല്ലെങ്കിൽ 9 പേര്, ഇവരെ ഒരു കൂട്ടര് വന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ല കൊയർ മാസ്റ്റർ വന്ന് ഇവരെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ ഇവരെ 4 കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തും. ചിലപ്പോൾ ഇതിൽ ഒരു പാർട്സ് പാടുന്നവർ നമ്മുടെ ഇടയിൽ ഇല്ലായിരിക്കാം. അതുകൊണ്ട് ഈ പാർട്സിനെ കുറിച്ചുള്ള ഒരു അറിവ്, പ്രാഥമിക അറിവ് സഭയ്ക്ക് ആവശ്യമാണ്. ഈ ലാറ്റിൻ വേർഡ് കോറസ് നിന്നാണ് കൊയർ എന്ന വാക്ക് ഉണ്ടായത്. കോറസ്, ഒരുമിച്ച് പാടുന്നവരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പാട്ട്. അപ്പൊ ഒരു സോളോ സിംഗിങ് അല്ല കൊയർ. ഞാൻ അതുകൊണ്ട് വലിയ പള്ളികളിലൊക്കെ ഇരിക്കുമ്പോൾ പറയാറുണ്ട്, പലരും അനുസരിക്കാറുണ്ട്, നിങ്ങൾ ഈ ഗായക സംഘത്തിന്റെ പെർഫോമൻസ് വരുമ്പം ഒരാൾക്കും 2 പേർക്കും പാടാനായിട്ട് അവസരം കൊടുക്കരുത്. അതായത് 10, 50 അല്ലെ 30 പേരെങ്കിലും കുറഞ്ഞുള്ള ഗായക സംഘത്തിന്റെ പെർഫോമൻസ് വരുമ്പോൾ ഞാൻ പറയും, അതിന്റെ പാർട്ടായിട്ട് സോളോ ഡ്യുവൽ സിംഗിങ് പാടില്ല. അതൊരു വ്യക്തിയെ ഉയർത്തുന്ന പരിപാടിയാണ്. ഗായക സംഘം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിന്റെ പാട്ടാണ്. അപ്പൊ അതൊരു പള്ളിയിലെ ഇടയ്ക്ക് പാടാനൊക്കെ അവസരം കൊടുക്കാം. പക്ഷെ ഗായക സംഘത്തിന്റെ ഇപ്പൊ ഒരു കരോൾ നൈറ്റ് വരുമ്പോ ഒരു സോളോ സിംഗിങ്ങിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതിന്റെ നിലനിൽപ്പിനെ, ഇതിനെ ഉയർത്തിയതിനെ തള്ളിക്കളയുകയാണ്. എന്താണത്? സോളോ സിംഗിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവ്, അവരുടെ പ്രത്യേകമായ ടാലന്റ്. അതല്ല ഗായക സംഘത്തിൽ ഒരുമിച്ച് ഈ 4 പാർട്സുകാരും ഒരുമിച്ച് പാടുന്നതാണ്. എന്താണ് സോപ്രാനോ? ഹയസ്റ്റ് വോക്കൽ റേഞ്ച് ആണ്. യഥാർത്ഥത്തിൽ ഒരു ഗായക സംഘത്തെ നയിക്കുന്നത് സോപ്രാനോ ഗ്രൂപ്പാണ്. സോപ്രാനോ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. സോപ്രാനോ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഹയസ്റ്റ് വോക്കൽ റേഞ്ച്. അവർക്ക് അവരുടെ ശബ്ദം വേറെ കേൾപ്പിക്കാൻ കഴിയും, അവർക്ക് ഇതിനെ മൊത്തം ലീഡ് ചെയ്യാൻ കഴിയും, അവർക്ക് പെട്ടെന്ന് സിങ്ക് ചെയ്ത് ഈ ഗ്രൂപ്പിലേക്ക് സ്വയം കയറാൻ സാധിക്കും. അതുകൊണ്ടാണ് സൊപ്രാനോയെ ആദ്യം അറിയപ്പെടുന്നത്. സൊപ്രാനോ ഫിറ്റുള്ള ഒരു ഗായക സംഘമാണെങ്കിൽ മറ്റു 3-ലും കുറവുണ്ടായാലും അത് തിരിച്ചറിയപ്പെടുകയില്ല. രണ്ടാമത്തേത് ഓൾട്ടോ ആണ്, ലോവസ്റ്റ് ഫീമെയിൽ വോയിസ്, പെൺകുഞ്ഞുങ്ങളുടെ നല്ല മധുരമുള്ള ശബ്ദം. അത് ഇതിനൊരു അകമ്പടിയാണ്. ഇതിന് ഒരു എന്താ പറയുക, ഒരു പൊന്നൂല് പോലെ ചേർന്ന് കിടക്കും ഓൾട്ടോ. ടെനർ എന്ന് പറയുന്നത് ഹയസ്റ്റ് മെയിൽ വോയിസ് ആണ്. ഇപ്പൊ നമ്മൾ സൊപ്രാനോ പറഞ്ഞതുപോലെ സൊപ്രാനോയെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഹയസ്റ്റ് മെയിൽ വോയിസ് ആണ് ടെനോർ എന്ന് പറയുന്നത്. അവസാനം ബാസ്, ലോവസ്റ്റ് വോക്കൽ റേഞ്ച്, ഫൗണ്ടേഷൻ ഫോർ കൊയർ. നിങ്ങൾക്കറിയാമല്ലോ, ബാസ് വരുമ്പോഴാണ് കൊയറിന് ഒരു ഇരുത്തം വരും. ബാസ് സിംഗേഴ്സ് ഇല്ലെങ്കിൽ കൊയർ ഒരു ലളിത സംഗീതമായിരിക്കും, അല്ലേ? നമ്മുടെ ആംഗ്ലിക്കൻ മ്യൂസിക്കിനെ ഉറപ്പിക്കുന്ന ഫൗണ്ടേഷൻ ആണ് ബാസ് എന്ന് പറയുന്നത്. ഇനി 3 കാര്യങ്ങളൂടെ പറയുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനം ഈ 4 പാർട്സ് സിംഗിങ്ങില് ഏറ്റവും പ്രധാനം ഹാർമണൈസേഷനാണ്. ഇപ്പൊ നമുക്ക് പാടുമ്പോഴറിയാം എൻ്റെ ശബ്ദം പൊങ്ങി. എപ്പോഴും കൊയർ ശ്രദ്ധിക്കണം, നമ്മുടെ ശബ്ദം മോളിൽ കയറാൻ പാടരുത്. നമ്മുടെ ശബ്ദം കയറാം, നമുക്ക് തോന്നുന്നു നമ്മളുടെ ശബ്ദം ലീഡ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. നമ്മുടെ ശബ്ദം ബാലൻസ് ചെയ്യണം. താഴ്ത്തു പാടുന്നവർ ഓർക്കണം, എൻ്റെ ശബ്ദം മറ്റുള്ളവരോളം വന്നിട്ടില്ല, അതുകൊണ്ട് അല്പം ഉയർത്തണം. ഒറ്റയ്ക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ എന്തോ ചെയ്യണം? അത് താഴ്ത്തി പിടിക്കണം. അല്ല, ഞാൻ ലീഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് എൻ്റെ ശബ്ദം പൊങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ കൊയർ തകർന്നു. അതുകൊണ്ട് ഇതിന്റെ ഒരു ഹാർമണൈസേഷൻ സ്വയമാ ചിന്തിക്കേണ്ടത്. എൻ്റെ ശബ്ദം പൊങ്ങിയിരിക്കുന്നോ താന്നിരിക്കുന്നോ? താന്നിരിക്കുന്നെങ്കിൽ പൊക്കണം, പൊങ്ങിയിരിക്കുന്നെങ്കിൽ താക്കണം. മറ്റുള്ളവരുടെ സിംഗിങ്ങിലേക്ക് വരണം. മൊത്തത്തിൽ താന്നു പോകുന്നെങ്കിൽ ഒരാൾ ലീഡ് ചെയ്യണം. നോ ലിഫ്റ്റ് ലിഫ്റ്റ് എന്ന് പറയണം. എല്ലാവരും കൂടി ഉയർത്തട്ടെ. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം.
പിന്നെ നമ്മുടെ ഗായക സംഘത്തെ പ്രതി ഞാനൊരു കാര്യം പറയും. കോൺഫിഡൻസ്. പാട്ട് അറിയാം നിങ്ങൾക്ക് നല്ലപോലെ, പക്ഷെ ഇങ്ങനെ നിൽക്കുക അടുത്ത ആളുടെ വാക്ക് കേട്ടിട്ട് പാടാം. ആരാ ലീഡ് ചെയ്യുന്നത്? കൊയറിന് വേണ്ടത് ആത്മവിശ്വാസമാണ്. ഹാർമണൈസേഷൻ നടക്കണമെങ്കിൽ ആത്മവിശ്വാസം വേണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ പോയി. ഈ ശ്രീജന സഖ്യത്തിലെ 3 മെമ്പേഴ്സ്, സാക്ഷ്യം പറയുന്നതിൽ എനിക്ക് ധൈര്യമുണ്ട്, 3 മെമ്പേഴ്സ് മുന്നോട്ട് വന്നു. കാരണം 4 പാർട്സിലെ 4 പാടാനുള്ള ആളില്ല, അവർക്ക് അന്ന് അത്രയും പേരെ അവരോട് 3 പേര് കൂടി പാടിയത് കേട്ട് ഞാൻ വാ വിളിച്ചു നിന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് പാടാൻ സാധിക്കും? ഞാൻ അവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇവരിത് പാടിയവരിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ പള്ളിയിൽ ഏറ്റവും ഹൃദയ ഐക്യമുള്ള 3 സ്ത്രീകളായത്. അവർ 3 പേര് ഇങ്ങനെ തലകുലുക്കി. അവരുടെ ഹൃദയ ഐക്യം കൊണ്ടാണ് അവർക്ക് അങ്ങനെ 4 പേരില്ലാഞ്ഞിട്ടും എക്സലന്റ് പാർ എക്സലന്റ് സിംഗിങ് 3 സ്ത്രീകൾ. ഞെട്ടിപ്പോയി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയ ഐക്യമാണ്, ഞങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ വേദി എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങള് അങ്ങനെ പാട്ടുപാടി യാത്ര ചെയ്യുന്നത്. അതാണ് അതിന്റെ അടിസ്ഥാനം. സോ ഹാർമണൈസേഷൻ ആൻഡ് കോൺഫിഡൻസ്. മൂന്നാമത്തേത് വോയിസ് ഹെൽത്ത്. ശബ്ദത്തിന് ഒരു ഹെൽത്ത് വേണം. നമ്മുടെ ശബ്ദത്തിന് ഹെൽത്ത് ഉളവാക്കിയെടുക്കണം. പ്രേന്ന് പോകുന്ന ശബ്ദമാണെങ്കിൽ അതിനെ ശരിയാക്കണം, കീന്ന് പോകുന്ന ശബ്ദമാണെങ്കിൽ അതിനെ ശരിയാക്കണം. വോയിസ് ഹെൽത്ത് പ്രധാനമാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ അസൈൻമെന്റ്, നമ്മുടെ റോള് തിരിച്ചറിയുക. പ്രാക്ടീസ് റെഗുലർലി. റെഗുലർ പ്രാക്ടീസ് നമ്മുടെ ഒരു കുറവല്ലേ? 2 എന്താണ്? വാമപ്പ്. എന്തോ അത് വാമപ്പ്. ഏത് കൊയറിലും നിങ്ങൾ പൊക്കോ. കൊയർ പ്രാക്ടീസിന് കൊച്ചു പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് എന്നാൽ നല്ല കൊയർ മൂളിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഈ മൂളിച്ച? വാമപ്പ്. നമ്മുടെ സ്വനപേടകത്തിന് ആവശ്യമായ കരുത്ത് ആർജിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ലിസൺ ടു ഈച്ച് അതർ. എനിക്ക് ചുറ്റും നിൽക്കുന്നവരാരും പാടുന്ന എനിക്ക് കേൾക്കണ്ട, ഞാൻ വെച്ചലക്കും എന്ന് തീരുമാനിച്ചാൽ ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവരെ കേൾക്ക്, മറ്റുള്ളവരെ കേൾക്ക്. 4 സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മുടെ തൊണ്ട നനഞ്ഞിരിക്കണം, ഉണങ്ങിയിരിക്കാൻ പാടില്ല. ഒരു വെള്ളക്കുപ്പി അരികിലുണ്ടായിരിക്കണം. ഞാൻ നിർത്തുകയാണ്. 3 പ്രഗത്ഭമായ കൊയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുക. ഇപ്പൊ ഞാൻ പഴയ കാലഘട്ടം, രൂപീകരണം, ഈ കാലഘട്ടത്തിലെ ഒരു കൊയറിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കൊയർ ഏതാണെന്ന് ഞാൻ എയോട് ചോദിച്ചു. എ പറഞ്ഞ മറുപടി, ക്രിസ്ത്യൻ സിംഗിങ് ഗോസ്പൽ കൊയർ ആണെങ്കിൽ ടർബനാക്കിൾ കൊയറാണ്. അതൊരു ക്രിസ്ത്യൻ സംഗീതത്തിന്റെ ഭാഗമേ അല്ല, പക്ഷെ യേശുവിനെ മുഖ്യ അംശമാക്കിക്കൊണ്ട് നല്ല ഗോസ്പൽ മ്യൂസിക് ഉള്ള ഒരു ഗ്രൂപ്പാണ് LDS ചർച്ച് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭമായ ഗ്രൂപ്പ്. LDSലെ ഒരു നേതാവ് മരിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നാണ് അടക്കത്തിന് നേതൃത്വം കൊടുക്കുക. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങുകളിൽ ടർബനാക്കിൾ കൊയറാണ് നേതൃത്വം കൊടുക്കുക. എന്നാൽ ഈ അമേരിക്കൻ പ്രസിഡന്റ്സ് ഒന്നും ആ സഭയുടെ ഭാഗമല്ല. അമേരിക്കൻ സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു ചർച്ചാണ്. ഒരു വാക്കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിൽ ഗേറ്റ്സിനേക്കാളും അല്ലെങ്കിൽ ഇലോൺ മസ്കിനേക്കാളും സാമ്പത്തികമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഘമാണ്. അപ്പൊ അങ്ങനെ സംഘമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പോയി പഠിക്കണം. LDS ചർച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ള ഒറ്റ ഗ്രൂപ്പാണ്. അവരുടെ സംഗീത ഗ്രൂപ്പാണ് ടർബനാക്കിൾ കൊയർ എന്ന് പറയുന്നത്. ടർബനാക്കിൾ കൊയർ അത് ഏറ്റവും പ്രഗത്ഭമായ ഈ ക്രിസ്ത്യൻ സെക്ടറിലുള്ള കൊയറാണ്. മറ്റൊന്ന് യഹൂദ പശ്ചാത്തലത്തിലാണ് ലെവിറ്റിക്കൽ കൊയർ. ഈ കൊയറിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദാവീദിന്റെ കാലത്തുണ്ടാക്കിയ കൊയർ പോലെയാണ് ലെവിറ്റിക്കൽ കൊയർ. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? നിങ്ങളൊന്ന് പറഞ്ഞു. ദാവീദിന്റെ കാലത്ത് പള്ളിയില്ല, കൊയർ ഉണ്ടായിരുന്നു, ശരിയല്ലേ? പള്ളി ആരാ ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇങ്ങനെ രസിച്ചിരിക്കുക. അച്ഛൻ തന്നെ പറഞ്ഞു ശലോമോൻ. ഇപ്പൊ ദാവീദിന്റെ കാലത്ത് കൊയറുണ്ട്, പള്ളിയില്ല എന്ന് പറഞ്ഞോളെ ലെവിറ്റിക്കൽ കൊയർ. അവരുടെ 3-ാം പള്ളി ഉണ്ടാകുമ്പോൾ പാടാനായിട്ട് അവർ ഒരുക്കി നിരക്കിയിരിക്കുന്ന കൊയറുണ്ട് കേട്ടോ. പള്ളിയില്ല, പക്ഷെ അവരുടെ കൊയർ റെഡിയാ, വിത്ത് വസ്ത്രങ്ങൾ. അതിനകത്തുള്ളത് മുഴുവൻ ലേവ്യരാ, ഒറ്റയാളും വെളിയുന്നില്ല. ലേവിയ ഗോത്രത്തിൽപ്പെട്ട അംഗങ്ങൾ 3-ാമത്തെ പള്ളി പണിയുമ്പോൾ പാടാനായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ പോയി നിങ്ങളുടെ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കോ. ലെവിറ്റിക്കൽ കൊയർ ദാവീദ് സ്ഥാപിച്ച കൊയറിന് തുല്യമായിട്ട് 3-ാം പള്ളിയിൽ പാടാൻ നിൽക്കുന്നവര്. 3-ാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗോസ്പൽ മ്യൂസിക്കൽ കൊയറാണ്. 1750 മുതൽ ഇന്ന് വരെ ലോകത്തെ കീഴടക്കി നിർത്തുന്ന, ക്രിസ്തു വിശ്വാസത്തെ പിടിച്ചു നിർത്തുന്നത് ഇന്ന് 4 പാർട്ട് സിംഗിങ് അല്ല,
അതുപോലെ ഈസ്റ്റേൺ മ്യൂസിക് അല്ല, അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിന്റെ സംഗീതമല്ല. ഇന്ന് ലോകത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ യൗവനക്കാരെ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുന്ന സംഗീതമാണ്. അതിന് വിളിക്കുന്ന പേരാണ് ഗോസ്പൽ മ്യൂസിക്. ഒരു വ്യക്തിയുടെ പേര് മാത്രം ഞാൻ പറയും, ചാൾസ് വെസ്ലി. ചാൾസ് വെസ്ലി, നമ്മുടെ പി കെ കുരുളച്ചന്റെ മോന്റെ പേരാണ് വെസ്ലി. വെസ്ലി എന്ന പേര് ഒത്തിരി പേർക്കുണ്ട്. പക്ഷേ ഈ വെസ്ലി ഒരു അസാമാന്യ സംഗീതജ്ഞനായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാൾസ് വെസ്ലിയിൽ നിന്നായിരിക്കണം അവന് പേര് ലഭിച്ചത്. കാരണം ഈ ചാൾസ് വെസ്ലി 1707 മുതൽ 88 വരെ, ഞാൻ പഴയ ബന്ധത്തിലാണ് പറഞ്ഞത്, അച്ഛനാണ് വെസ്ലി, അച്ഛനാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ പഴയ ബന്ധത്തിൽ മകൻ പോലെയുള്ള അർത്ഥത്തിൽ അങ്ങ് പറയും. വെസ്ലി അച്ഛൻ, നമ്മുടെ പി കെ കുരുള അച്ഛന്റെ മകൻ. ആ വെസ്ലി എന്ന പേര് ഇതാണെന്ന് വെസ്ലി അച്ഛന്റെ സഹധർമ്മിണി രണ്ടുപേരും എക്സലന്റ് മ്യൂസീഷ്യൻസ് ആണ്. അപ്പൊ ആ പേരിനെ ഞാനൊന്ന് പറയാം. ചാൾസ് വെസ്ലി എത്ര പാട്ട് എഴുതി കാണും മക്കളെ? നിങ്ങളൊരു സംഖ്യ പറഞ്ഞു. വെറുതെ പാട്ടല്ല, ചിട്ടപ്പെടുത്തിയ നമ്മുടെ കീർത്തനം പോലത്തെ എത്ര പാട്ട് എഴുതുന്നറിയാം? ഒരു വ്യക്തിയുടെ കാര്യമാണ് ചാൾസ് വെസ്ലി. എന്നൊരു ഊഹം, ഒരു 100 എണ്ണം കാണുമോ? കണക്കില്ല. 50 എണ്ണം, 6500 കീർത്തനങ്ങൾ. എന്താണ് നവീകരണ സഭയുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഓർക്കണം. ഇതൊന്നും നമുക്കറിയത്തില്ല. നവീകരണ സഭയുടെ സുവിശേഷത്തെ ആധാരമാക്കി, ബൈബിളിനെ ആധാരമാക്കി ഇറങ്ങി വന്നവർ ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന സംഗീതം രചിച്ചു. ചാൾസ് വെസ്ലി രചിച്ചത് 6500 കീർത്തനങ്ങൾ. ഓർക്കണം. അങ്ങനെ എത്ര പേര് ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിൽ മെത്തഡിസ്റ്റ് സ്ഥാപകനായി തീരുന്ന ഈ ചാൾസ് വെസ്ലി, നമുക്ക് വേറെ വെസ്ലിമാർ ഒത്തിരി ഉണ്ട്, 6500 കീർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയത്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇന്ന് ഞാനൊരു സംഗീത ശാഖയെ കുറിച്ച് പറയാം. നിങ്ങൾ പോയി പരിശോധിച്ചോ നടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പോയി പാഷൻ കോൺഫറൻസിന്റെ ലിങ്ക് കാണണം. കണ്ടോ ആരെങ്കിലും? പിന്നെ അച്ഛൻ പറയുന്നത് കേട്ടോ, അത് തന്നെ കൂടുതലാണ് അച്ഛൻ. പിന്നെ ഇനിയും പോയി പാഷൻ കോൺഫറൻസുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആത്മീയത വർദ്ധിച്ചു പോയാൽ എന്നെ എടുക്കും. പാഷൻ കോൺഫറൻസിന്റെ ലിങ്ക്, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ, അമേരിക്കയിലെ ഏറ്റവും വിശാലമായ ഹോളിനകത്ത് ഒരാൾക്ക് പോലും സീറ്റില്ല. സമയത്തിന് മുമ്പ് കയറിയില്ലെങ്കിൽ അമേരിക്കയില് 19-ന് 24-ന് ഇടയ്ക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാത്രം. അവിടെ പ്രസംഗമല്ല നടക്കുന്നത്, പാട്ടാണ് നടക്കുന്നത്. എന്ത് പാട്ട്? ഓരോ പുതിയ പാട്ട് പഠിപ്പിക്കുകയല്ല, ചാൻഡിങ് ആണ്. ക്രിസ്തുവിന്റെ ജീവൻ എന്നെ വീണ്ടെടുത്തു, അവന്റെ ചെഞ്ചോരയിൽ എന്നെ കഴുകി, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്, ഓ സ്ലെയിൻ ലാംബ്. ആവർത്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, 10 പ്രാവശ്യം 15 പ്രാവശ്യം ഈ സംഗീതം. ഒന്നുമില്ല, ഒരു ലൈനാണ്. 10-15 സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഇങ്ങനെ പാടിക്കൊണ്ട് പാടുന്നവൻ ആ നിലത്ത് മുട്ടുകുത്തും. ആ മുട്ടുകുത്തി അവൻ കൈകളെ ഉയർത്തി അത് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ യേശുവിനെ സ്തുതിക്കുന്ന കാഴ്ച. നിങ്ങളെ ക്രിസ്തീയ സംഗീതവും ആരാധനയും എവിടെ അസ്തമിച്ചെന്നാ പറയുന്നത്? പോയി കാണ്. 2025-ലെ 24-ലെ 23-ലെ 20-ലെ പാഷൻ കോൺഫറൻസ് ഒന്ന് കാണ്. ആരുമില്ല കോർഡിനേറ്റ് ചെയ്യുക, ആരുമില്ല തലതൊട്ടപ്പന്മാരായിട്ട്. പിന്നെയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിനെ മാന്യമായ വസ്ത്രം ധരിച്ച് ആരാധിക്കുന്ന കാഴ്ച. അമേരിക്കയുടെ ഹൃദയഭാഗത്ത് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു സംഘമുണ്ട്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്തുക, സ്വർഗീയ സംഗീതം ഇങ്ങനെ ഇറങ്ങി വരിക. നമ്മൾ പറയുക കയറിപ്പാടാൻ ആളില്ല, പാടുന്നത് ഗുണമില്ല. എന്നാ കാര്യം? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് അവനെ ആരാധിക്ക്, അവനെ വില കൊടുക്ക്. നമുക്ക് എത്രമാത്രം ബലം അവൻ തരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് യഹോഷാഫാത്തിന്റെ കഥയാണ് പഴയ നിയമത്തിൽ പറഞ്ഞത്. യഹോഷാഫാത്ത് ഞെട്ടിപ്പോയി വലിയ സൈന്യത്തെ കണ്ടപ്പോൾ. പക്ഷേ ഞെട്ടി നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ ഒരു ലേവിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന്, ഈ യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ ജനത്തോട് ആലോചിച്ചിട്ട് ഒരു കൊയർ സിംഗിങ് ഏർപ്പാടാക്കി. യുദ്ധത്തിന് കവചം ധരിക്കേണ്ടവർ ഗായക സംഘത്തിന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് അവർ പാടാനും സ്തുതിക്കാനും തുടങ്ങി. ശത്രുപക്ഷം അന്യോന്യം വെട്ടി ചത്തു. ഇവർ പാട്ട് കഴിഞ്ഞ് പാളയത്തിൽ പോയി നോക്കിയപ്പോൾ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ആരും ചാടിപ്പോയില്ല.
സാത്താന്റെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ആക്രമണങ്ങളെയും നമുക്ക് നേരെ വരുന്ന ഏത് ശത്രുവിനെയും തകർത്തെറിയുവാൻ ഒരു സ്വർഗീയ സംഗീതത്തിന് കഴിയും. അവരാരും വാളെടുത്ത് വെട്ടിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ സ്തുതിച്ച് ആരാധിച്ചാൽ മതി. നിങ്ങളുടെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഇന്നും ചെയ്യും. 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധ